KB ഗണേഷ് കുമാർ പുതുതായി കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗതാഗത മന്ത്രി. അദ്ദേഹം ഗതാഗത മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടിയാണ് കേരളത്തിൽ റോഡ് നിയമങ്ങളെപ്പറ്റിയും ലൈസൻസ് വിഷയങ്ങളെക്കുറിച്ചും ചർവിത ചർവണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമഗ്രമായ മാറ്റങ്ങളാണ് അദ്ദേഹം ഗതാഗത രംഗത്ത് നമുക്ക് കാഴ്ചവെക്കുന്നത്. ഈ അടുത്തായി വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിൽ കണ്ടുവരുന്ന ഗതാഗത പ്രശ്നങ്ങളെ, റോഡുകളിലുണ്ടാകുന്ന പുതിയ പുതിയ അപകട കാരണങ്ങളെ അദ്ദേഹം വ്യക്തമായും തൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകളുടെയും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇന്നിതാ പുതിയ പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് യഥേഷ്ടം ആളുകൾക്ക് കിട്ടുകയില്ല. നൽകപ്പെടുന്ന 30 ചോദ്യങ്ങളിൽ നിന്ന് ചുരുങ്ങിയത് 25 ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം നൽകിയാലേ അവർക്ക് ലൈസൻസിന് അർഹതയുള്ളൂ. മാത്രവുമല്ല, ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു ദിവസം 20-നേക്കാൾ കൂടുതൽ ആളുകൾക്ക് ലൈസൻസ് അനുവദിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും പ്രഖ്യാപനങ്ങളുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് വണ്ടി ഓടിക്കുക എന്നതല്ല കാര്യം, മറിച്ച് എങ്ങനെയാണ് വണ്ടിയെ കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രീക്കന്മാരെ ഒരിക്കലും ഗവൺമെൻറ് അവഗണിക്കുന്നില്ല. അവർക്ക് പ്രത്യേകമായ സ്ഥലം അനുവദിച്ചു കൊടുത്ത് അവർക്ക് വലിയ മൂല്യം നൽകുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇനി ഒരിക്കലും റോഡിലൂടെ സർക്കസ് കാണിക്കാനോ അല്ലെങ്കിൽ പ്രകടനങ്ങൾ നടത്താനോ ഒരിക്കലും അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ ജീവനും സർക്കാരിന് മുന്നിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ലോറികളിൽ നമ്പർ പ്ലേറ്റ് വിസിബിൾ ആകാത്ത രൂപത്തിൽ കാണപ്പെടുന്നത് അതും തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.